എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. താന്ത്രിക വിധി പ്രകാരമുള്ള ദേവിയുടെ 10 രൂപങ്ങളാണ് ഈ വീഡിയോകളിൽ പറയുന്നത്. അതിൽ മൂന്നാമത്തെ രൂപമാണ് ലളിതാ പരമേശ്വരി. അതായത് ലളിതാ സഹസ്രനാമത്തിൻ്റെ അധിപയായ ലളിതാ പരമേശ്വരിയെക്കുറിച്ചാണ് പറയുന്നത്. ദശമഹാദേവികളിൽ മൂന്നാമതായി പ്രകീർത്തിക്കപ്പെടുന്നവളാണ് ശ്രീവിദ്യാദേവി. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, സൂര്യൻ, ഗണപതി, മുരുകൻ, അഗസ്ത്യൻ, ഇന്ദ്രൻ, മന്മഥൻ, ചന്ദ്രൻ, കുബേരൻ, അത്രി മഹർഷി, ദുർവാസാവ്, ലോപമുദ്ര, നന്ദീശ്വരൻ, വരുണൻ, ബുധൻ, യമൻ, ദത്താത്രേയൻ, പരശുരാമൻ, വായു, ബൃഹസ്പതി, രതീദേവി, ആദിശേഷൻ എന്നിവർ ലോകമാതാവിനെ ശ്രീവിദ്യാദേവിയായി ഉപാസിക്കുന്നു. ശ്രീ ലളിതാ പരമേശ്വരി തന്നെയാണ് ശ്രീവിദ്യ. ഇവൾ തന്നെയാണ് ശ്രീമാതയും. ഈ ദേവി വസിക്കുന്ന പട്ടണം ശ്രീപുരം. ഇത് മഹാമേരുവിൻ്റെ ശിഖരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ദേവിയുടെ മഹാമന്ത്രം ശ്രീവിദ്യായന്ത്രം, ശ്രീചക്രം, സിംഹാസനം, ശ്രീസിംഹാസനം. ചുവന്ന തിരുമേനി, ചെമ്പകം, അശോകം എന്നീ പുഷ്പങ്ങൾ ചൂടിയ കൂന്തൽ, പത്മരാഗക്കല്ലുകൾ തിളങ്ങുന്ന കിരീടം, ചന്ദ്രക്കല പോലുള്ള നെറ്റിത്തടം, നെറ്റിയിൽ കസ്തൂരിപ്പൊട്ട്, ഭംഗിയാർന്ന പുരികങ്ങൾ, മീൻ പോലെയുള്ള കണ്ണുകൾ, ചെമ്പകപ്പൂ പോലെ ഉള്ള മൂക്ക്, നക്ഷത്രം പോലെ ജ്വലിക്കുന്ന മൂക്കുത്തി, കടംപൂക്കുലകൾ അലങ്കരിക്കുന്ന ചെവികളിൽ സൂര്യചന്ദ്രന്മാർ തോടകളായി വർത്തിക്കുന്നു, പത്മരാഗത്താലുള്ള കണ്ണാടി പോലുള്ള കവിളുകൾ, പവിഴം തോൽക്കുന്ന അധരങ്ങൾ എന്നിങ്ങനെ ഈ ദേവിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ലളിതാ സഹസ്രനാമം. ശ്രീചക്രത്തിൽ ശ്രീ കാമേശ്വരനൊപ്പം ചേർന്ന് സമസ്ത ലോകങ്ങളെ പരിപാലനം ചെയ്യുന്ന ദേവിയെ ശ്രീചക്ര പൂജയിലൂടെ ആനന്ദിപ്പിച്ചാൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവില്ല. ഈ ദേവിയെ പൂജിക്കുന്നതിലൂടെ ലോകത്തുള്ള സദ്ഫലങ്ങളെല്ലാം നേടാം എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ധർമ്മസ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ച് ദേവിയെ പൂജിച്ചു പോന്നാൽ മുക്തി സിദ്ധിക്കും. സർവശക്തിയായ ദേവി പരാശക്തിയെ വിദ്യാദേവിയുടെ രൂപത്തിൽ പൂജിച്ച് പ്രാർത്ഥിച്ചു പോന്നാൽ സർവ്വകാര്യങ്ങളിലും വിജയവും സുനിശ്ചിതം. ശ്രീവിദ്യാ ഗായത്രി മന്ത്രം. ഓം മഹാദേവ്യൈ ച വിദ്മഹേ സർവശക്തയേ ച ധീമഹി തന്നോ വിദ്യ പ്രചോദയാത്.